മലയാളികളുടെ വീടുകളിൽ ഓണനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമൃദ്ധമായ ഓണസദ്യ. എന്നാൽ ഇത്തവണ സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഒരുങ്ങുന്ന സാധാരണക്കാരെ കാത്തിരിക്കുന്നത് വൻ വിലക്കയറ്റത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. പൊന്നോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലെ പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില ആകാശമുട്ടെ ഉയരുകയാണ്. അടിയന്തര വിപണി ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത്തവണത്തെ ഓണാഘോഷവും ഓണസദ്യയും ശരിക്കും മലയാളിയുടെ പോക്കറ്റ് ചോർത്തുമെന്ന് ഉറപ്പ്. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വൻ വിലവർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വിപണിയിൽ അരിവില കുതിച്ചുയരുകയാണ്. കിലോയ്ക്ക് 48 രൂപയുള്ള ജയ അരിയും 60 രൂപയുള്ള മട്ടയും 50 രൂപയുള്ള സുലേഖയുമെല്ലാം സാധാരണക്കാർക്ക് വൻ ബാധ്യതയായി മാറുകയാണ്. ഇതിനൊപ്പം വെളിച്ചെണ്ണയുടെ വില കിലോയ്ക്ക് 300 രൂപ വരെ എത്തി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 55 രൂപയായിരുന്ന പഞ്ചസാരയ്ക്ക് ഇപ്പോൾ കിലോയ്ക്ക് 60 രൂപയാണ് വില. വറ്റൽ മുളകിന്റെ വില കിലോയ്ക്ക് 320 രൂപയിൽ എത്തി നിൽക്കുന്നു. പ്രധാന വ്യാപാര കേന്ദ്രമായ തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ വറ്റൽ മുളകിന്റെ പുതിയ ലോഡുകൾ പോലും എത്തുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിലക്കയറ്റം മൂലം പുതിയ സ്റ്റോക്ക് എത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇവർ. സദ്യയിലെ വിഭവങ്ങൾ തയ്യാറാക്കാൻ ആവശ്യമായ പച്ചക്കറികളുടെ സ്ഥിതിയും മറിച്ചല്ല. ഇഞ്ചിക്കറി ഇല്ലാത്ത സദ്യയെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഇത്തവണ ഇഞ്ചി വാങ്ങിയാൽ കൈപൊള്ളുന്ന സ്ഥിതിയാണ്. 1 കിലോ ഇഞ്ചിക്ക് 200 രൂപ നൽകണം. നല്ല ഇനം വെളുത്തുള്ളിക്ക് കിലോയ്ക്ക് 280 രൂപയും ചെറിയ ഉള്ളിക്ക് 90 രൂപയുമാണ് ഇന്നലത്തെ നിരക്ക്. സവാള വില 50 രൂപയിലേക്ക് എത്തി. ക്യാരറ്റും ബീൻസും 80 മുതൽ 100 രൂപ വരെ എത്തുമ്പോൾ പച്ചമുളകിന് 80 രൂപയും നേന്ത്രപ്പഴത്തിന് 75 രൂപയിലധികവുമാണ് വില. തക്കാളിയും വെള്ളരിക്കയും 30 രൂപ നിരക്കിലും ബീറ്റ്റൂട്ട് 50 രൂപയിലുമാണ് വിൽക്കുന്നത്. സദ്യയിലെ പ്രധാന താരം രസകദളി പഴത്തിന് കിലോയ്ക്ക് 120 രൂപയായി. ആപ്പിൾ കിലോയ്ക്ക് 250 രൂപ, ഓറഞ്ച് 200-ഉം മാമ്പഴം 130-ഉം മുന്തിരി 140-ഉം എന്നിങ്ങനെയുമാണ് പഴവർഗ്ഗങ്ങളുടെ വില വർധനവ്. ഇതിനു പുറമെ ഓണപ്പലഹാരങ്ങളായ വറുത്തുപ്പേരി, ശർക്കര വരട്ടി, സദ്യ വിളമ്പുന്ന വാഴയില എന്നിവയുടെ വിലയിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതും കേരളത്തിലുണ്ടായ പ്രളയക്കെടുതിയിൽ പ്രാദേശിക പച്ചക്കറി കൃഷികൾ നശിച്ചതുമാണ് ഈ പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് പ്രധാന കാരണം. അരി, പഞ്ചസാര, മുളക് തുടങ്ങിയ ഭൂരിഭാഗം സാധനങ്ങൾക്കും കേരളം അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ഓണച്ചന്തകൾ വഴി സബ്സിഡി നിരക്കിൽ കൂടുതൽ സാധനങ്ങൾ നൽകാത്തതാണ് പൊതുവിപണിയെ പൊള്ളിക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വിപണി ഇടപെടലോ അയൽ സംസ്ഥാനങ്ങളുമായുള്ള ചർച്ചകളോ ഉണ്ടാകുന്നില്ലെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. വിലക്കയറ്റം മൂലം ഉപഭോഗം കുറയുന്നത് ചെറുകിട കച്ചവടക്കാരെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ശക്തമായി ഇടപെട്ട് വിപണിയിലെ വില നിലവാരം കൃത്യമായി നിരീക്ഷിക്കുകയും ഉൽപാദന വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ നീക്കി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത്തവണത്തെ ഓണക്കച്ചവടവും മലയാളിയുടെ ഓണാഘോഷവും സാധാരണ നിലയിലാക്കാൻ സാധിക്കൂ.